ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. ഹർഷ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഈ രാത്രി നീ ഇങ്ങോട്ട് ധൃതി പിടിച്ച് വരണ്ട. നാളെ രാവിലെ സമാധാനത്തിൽ ഇറങ്ങിയാ മതി. നോ അനു, നാളെ എന്റെ പെണ്ണിന്റെ ബർത്ത്ഡേ ആയിട്ട് ഈ ഹർഷ ഇവിടെ അടങ്ങിയിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ രാവിലെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റുമായി നീ എണ്ണിക്കുമ്പോൾ നിന്റെ മുന്നിലുണ്ടാവും ഞാൻ. നിന്നോട് പറഞ്ഞാൽ അനുസരണ എന്നൊരു സാധനം നിനക്ക് പണ്ട് മുതലേ ഇല്ലല്ലോ. നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യ്. അതാണ് എന്റെ അനുക്കുട്ടി. ഇപ്പോൾ മോള് പോയി കിടന്നുറങ്ങ്. ആൻഡ് വെയിറ്റ് ഫോർ ടുമാറോസ് സർപ്രൈസ്. ബൈ മൈ ലവ് ആൻഡ് ഗുഡ് നൈറ്റ്. ഈ ചെക്കന്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ച് തിരിഞ്ഞതും പിറകിൽ നിൽക്കുന്ന അവളുടെ മാതാപിതാക്കളായ വേണുവും ജയയും പിന്നെ അവളുടെ മാത്രം ഹർഷ് എന്ന ശ്രീഹർഷിന്റെ അച്ഛനും അമ്മയുമായ ബാലനും സിന്ധുവും. അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്താ അനുമോളെ, ഇപ്പോൾ എന്തായി? ഇനി ബെറ്റ് വെച്ച ആ ക്യാഷ് അങ്ങ് എടുത്തേക്ക്. വേണു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിന്റെ ബർത്ത്ഡേയുടെ അന്ന് ആര് തടഞ്ഞാലും ശ്രീമോൻ ഇങ്ങോ എത്തുമെന്ന്. അത് അച്ഛാ, എനിക്കും അറിയാം ഹർഷ വരുമെന്ന്. പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടി വെച്ചതല്ലേ ഞാൻ. അനു ഒരു ചിരിയോടെ വേണുവിനെ നോക്കി പറഞ്ഞു. ഒരു തമാശയും ഇല്ല. മര്യാദയ്ക്ക് പറഞ്ഞ ക്യാഷിങ് എടുക്കുമോളെ. നീ ഇങ്ങോട്ട് വാടി മോളെ. ഈ ക്യാഷ് എടുത്ത് നിന്റെ അച്ഛന് കൊടുത്ത് ഒഴിവാക്കി വിട്. എന്റെ കുഞ്ഞിനെ കളിയാക്കാൻ മാത്രമായോ നീ വേണു എന്നും പറഞ്ഞ് ബാലൻ 2000 രൂപയുടെ ഒരു നോട്ട് എടുത്ത് അനുവിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതാണ് എന്റെ ബാലച്ചൻ എന്നും പറഞ്ഞ് ബാലന് കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് ആ ക്യാഷ് വാങ്ങി വേണുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് സ്ലോ മോഷനിൽ തിരിഞ്ഞു നടന്ന് റൂമിലേക്ക് കയറി വാതിൽ അടച്ചു. അവളുടെ പോക്ക് കണ്ട് ഒരു ചിരിയോടെ നിൽക്കുകയായിരുന്നു അവർ. അവൾ റൂമിലേക്ക് കയറി ബെഡിലേക്ക് വീണുകൊണ്ട് സൈഡിലിരുന്ന അവളുടെയും ഹർഷന്റെയും ഫോട്ടോ ഫ്രെയിം എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഇനി 15 ദിവസം മാത്രം. ആൻവി വേണു, ആൻവി ശ്രീഹർഷനാവാൻ. വേഗം വായോ ഹർഷ്, കാണാൻ എനിക്ക് കൊതിയായി. അവൾ അങ്ങനെ കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേ ദിവസം രാവിലെ ആരോ ശക്തമായി വാതിലിൽ കൊട്ടുന്ന സൗണ്ട് കേട്ടാണ് അനു തന്റെ കണ്ണുകൾ തുറന്നത്. അവൾ അതീവ സന്തോഷത്തോടെ ആ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിപ്പോയി ഡോർ തുറന്നു. മുൻപിൽ പ്രതീക്ഷിച്ച ആളെ കാണാത്തത് കൊണ്ട് അവളുടെ മുഖത്ത് നിരാശ പടർന്നു. എന്താണ് പേതാളം മാത്രം? വിക്രമാദിത്യൻ എവിടെ? മറഞ്ഞു നിൽക്കുകയാണോ? തന്റെ മുന്നിൽ നിൽക്കുന്ന അഭി എന്ന ഹർഷന്റെ ഉറ്റ ചങ്ങാതിയായ അഭിഷേകിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അഭിയുടെ മുഖത്ത് സന്തോഷത്തിനേക്കാൾ ഏറെ നിഴലിച്ചത് സങ്കടഭാവമാണെന്നുള്ള സത്യം അവൾ അപ്പോൾ മനസ്സിലാക്കിയില്ല. എന്താണ് ഒരു കള്ളത്തരം? എന്തോ ഒന്നുണ്ട്. എനിക്കായി പ്ലാൻ ചെയ്തിരിക്കുന്ന പണി. ഒന്നുമില്ലടാ, നീ ഒന്ന് വേഗം റെഡിയായി വാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. അപ്പോൾ ഉറപ്പായും രണ്ടും കൂടെ എന്തോ പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിലെ പോലെ എന്തെങ്കിലും ആണെങ്കിൽ ഹർഷും നീയും ഇത്തവണ വിവരം അറിയുമേ. അത് പറഞ്ഞ് അവൾ റെഡിയാകാനായി കയറി. അല്പസമയത്തിന് ശേഷം റെഡിയായി താഴേക്ക് അഭിയുടെ ഒപ്പം ഇറങ്ങിയ അനു അവിടെ അവളുടെ അച്ഛനെയും അമ്മയും ഒന്നും കാണാതെ ഇരുന്നപ്പോൾ കരുതി അവർ എല്ലാം അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന്. അഭിയുടെ ബൈക്ക് വന്ന് നിന്നത് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എന്ന വലിയ കെട്ടിടത്തിന് മുന്നിൽ. അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്ന അനുവിന്റെ മനസ്സിലേക്ക് ഭീതിയുടെ വിത്തുകൾ മുളപൊട്ടി. അവൾ ഒരു അമ്പരപ്പോടെ അഭിയെ നോക്കി. നമ്മൾ എന്താ ഇവിടെ? അഭി ഒന്നും പറയാതെ അവന്റെ മുഖം കുനിച്ചു നിന്നു. അവൾ പാഞ്ഞ് അവന്റെ അരികിലേക്ക് ചെന്നു. എന്റെ ഹർഷൻ എന്തെങ്കിലും പറ്റിയെന്ന് മാത്രം പറയല്ലേ അഭി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ചാലിറങ്ങി ഒഴുകാൻ തുടങ്ങിയിരുന്നു. അഭിയുടെ നിശബ്ദത അവളെ വല്ലാതെ ഭയത്തിന് കീഴടക്കി. അനു ഒന്നും പറയാതെ ഹോസ്പിറ്റലിനകത്തേക്ക് ഓടിക്കയറി. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവളുടെ കൂടെ ഒരു അറ്റൻഡർ കൂടി ചെന്നു. അയാൾ മുൻപേ നടന്നു. അയാളെ പിന്തുടർന്നു പോയ അവളുടെ കാലുകൾ ചെന്ന് അവസാനിച്ചത് എല്ലാവരും ഭീതിയോടെ മാത്രം കാണുന്ന സ്ഥലത്തേക്കായിരുന്നു, മോർച്ചറി. അവളുടെ ഉടൽ വിറങ്ങലിച്ചു പോയിരുന്നു. അതിനു മുന്നിലായി കരഞ്ഞു തളർന്നു നിൽക്കുന്ന തന്റെ 2 അമ്മമാർ, അവരെ താങ്ങി നിർത്തിയിരിക്കുന്ന അച്ഛന്മാരുടെ കരങ്ങൾ. അനു ഒരു ഭീതിയോടെ ചുറ്റും നോക്കി. അവളുടെ ചുറ്റുമുള്ള വസ്തുക്കൾ കറങ്ങുന്നത് പോലെ തോന്നി അനുവിന്. അകത്തു നിന്നും സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വെള്ള പുതപ്പിച്ച ശരീരം, അതിന്റെ അടുത്തേക്ക് അടിവെച്ച് നീങ്ങിയ അവളുടെ കാലുകൾ. മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രം മുഴങ്ങുന്നു, അതെന്റെ ഹർഷനായിരിക്കരുതേ. പക്ഷെ അവളുടെ പ്രാർത്ഥനയെ ദൈവം പാടെ അവഗണിച്ചു. താൻ എപ്പോഴും സന്തോഷത്തോടെ മാത്രം കണ്ടിരുന്ന ആ മുഖം, തന്റെ ഹർഷന്റെ മുഖം, ഇപ്പോൾ ആകെ വരണ്ടിരിക്കുന്നു. ചോര ചുവപ്പാർന്ന ആ ചുണ്ടുകളിൽ എന്തോ ക്ഷതം പറ്റി കരിനീലിച്ചിരിക്കുന്നു. അവൾ തന്റെ കൈകൾ കൊണ്ട് അവന്റെ മുഖത്തൊന്ന് തൊട്ടു നോക്കി. ആകെ തണുത്തു മരവിച്ചിരിക്കുന്നു. അച്ഛാ, ഹർഷൻ ആകെ തണുത്തിരിക്കുന്നു. അവന് തണുപ്പ് തീരെ ഇഷ്ടമല്ല അച്ഛാ. അവന് ദേഷ്യമാണച്ചാ അത്. അവൾ വേണുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ തന്റെ മകൾ പറയുന്നത് കേട്ട് പൊട്ടിക്കരഞ്ഞുപോയി. പിന്നെയും അവൾ ഓടി ഹർഷന്റെ അരികിലേക്ക് ചെന്നു. ഇതാണോ ഹർഷ്, നീ എനിക്ക് തരുന്ന ഒരിക്കലും മറക്കാത്ത ഗിഫ്റ്റ്? ഈ ഗിഫ്റ്റ് എനിക്ക് വേണ്ടടാ എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാൻ പോയതും അഭി അവളെ ചേർത്ത് പിടിച്ചു. വേണ്ട മോളെ, അവൻ പോയി.
അവനെ ഇനി നീ പിടിക്കണ്ട. അഭി കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. അനു അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. നീ എന്തായി പറയുന്നേ? എന്റെ ഹർഷ് എന്നെ വിട്ട് എവിടെയും പോവില്ല അല്ലേ ഹർഷ്? പറയ് ഹർഷ്, ഹർഷ്. അവൾ ഞെട്ടി എഴുന്നേറ്റു. താൻ അവിടുന്ന് ഒരുപാട് അകലെയാണ്. എന്റെ ഹർഷ് എന്നെ വിട്ടു പോയിട്ട് ഇന്ന് 10 വർഷം തികഞ്ഞിരിക്കുന്നു. അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ ഒരു നക്ഷത്രം മാത്രം തെളിഞ്ഞു കാണാമായിരുന്നു. അവൾ അവിടെ അതിനെയും നോക്കി നിന്നപ്പോൾ ആണ് തന്നെ ഒരു കരം വന്ന് ചേർത്ത് പിടിച്ചതറിഞ്ഞത്. യുഗ്, അവൻ എന്നെ വിട്ടു പോയിട്ട് ഇന്ന് 10 വർഷമാകുന്നു യുഗ്. എന്തിനാ അവൻ എന്നെ വിട്ടു പോയത്? അവൾ ഒരു ഏങ്ങലോടെ തന്റെ ചുറ്റിയിരുന്ന കൈകളുടെ ഉടമയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവൻ നിന്നെ വിട്ടുപോയി എന്ന് ആരാ മോളെ പറഞ്ഞത്? നിന്റെ ഹർഷൻ എന്നും നിന്റെ മനസ്സിൽ ജീവനോടെ തന്നെ ഉണ്ടാവണം എന്നും ഞാൻ നിന്നോട് പറയുന്നു. നീ അവന് കൊടുത്തു കഴിഞ്ഞുള്ള സ്നേഹം മതി എനിക്ക്. അവൾ പെട്ടെന്ന് അവന്റെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ഇല്ല, ഇന്ന് നിന്നെക്കാൾ ഏറെ ഞാൻ വേറെ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. ഒരു മുഴുഭ്രാന്തിയായിരുന്ന അൻവിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവളുടെ വിണ്ടുണങ്ങിയ മനസ്സിൽ വീണ്ടും പ്രണയം തളിർപ്പിച്ച, ജീവിക്കാൻ അവളെ പ്രേരിപ്പിച്ച, ഇനിയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച നിന്നെ ഞാൻ ഇപ്പോൾ പ്രണയിക്കുന്നു യുഗ്. പക്ഷെ ജീവന്റെ അവസാന കണിക എന്നിൽ നിന്ന് അകലുന്നവരെ ഹർഷ് എന്റെ ഹൃദയത്തിൽ തന്നെ കാണും. മീ പാ. ഒരു കുഞ്ഞു കിളിക്കൊഞ്ചൽ കേട്ടുകൊണ്ടാണ് യുഗ് അനുവും അടർന്നു മാറിയത്. അവരുടെ സ്നേഹത്തിന്റെ അടയാളം ആദഹ് എന്നൊരു 5 വയസ്സുകാരി. യുഗ് കുഞ്ഞിനെയും എടുത്തു. അനുവിനെയും ചേർത്ത് പിടിച്ച് അവിടെ തിളങ്ങുന്ന ആ നക്ഷത്രത്തെ നോക്കി നന്ദി പറഞ്ഞു. അത്രയും സുന്ദരമായ ഒരു ജീവിതം തനിക്ക് നൽകിപ്പോയതിൽ. അനുവും അതേസമയം ആ നക്ഷത്രത്തോട് പറയുകയായിരുന്നു, നീ കൊണ്ടുപോയ നിറങ്ങളെല്ലാം തനിക്ക് തിരികെ തന്ന തന്റെ മഴവില്ലിനെ കുറിച്ച്.